മധുര മീനാക്ഷി ക്ഷേത്രം ഉണ്ടായ കഥ അറിയാമോ? പാണ്ഡ്യരാജാവും പത്നിയും ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു. പുത്രകാമേഷ്ടി യാഗത്തിന്റെ ഫലമായി രണ്ടാം പാണ്ഡ്യരാജാവായ മാളവ്യധ്വജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി സാക്ഷാൽ ആദിപരാശക്തി യാഗാഗ്നിയിൽ നിന്നും അതിസുന്ദരമായ രൂപത്തോടു കൂടി സംജാതയായി. ഭഗവതിക്ക് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പച്ച നിറവും 3 സ്തനങ്ങളും ഉണ്ടായിരുന്നു. ശക്തിസ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ ആൺകുട്ടികളെ പോലെ വളർത്തണമെന്നും സർവ്വശാസ്ത്രങ്ങളും ആയുധവിദ്യകളും അഭ്യസിപ്പിക്കണമെന്നും ഭാവി വരനെ ദർശിക്കുന്ന നിമിഷം ഭഗവതിയുടെ 3ാം സ്തനം അപ്രത്യക്ഷമാകും എന്നും അശരീരി കുട്ടിയുടെ ജനനസമയത്ത് കേൾക്കുകയുണ്ടായി. പുത്രീഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തന്റെ മകളെ തടാതകി എന്നു വിളിച്ചു. പച്ച നിറമുള്ളവളാകയാൽ പച്ചൈദേവി എന്നും വിളിക്കപ്പെടുന്നു. തടാതകിക്ക് 64 ശാസ്ത്രങ്ങളിലും സകല ആയുധവിദ്യകളിലും പാണ്ഡിത്യം സിദ്ധിച്ചു. മീനാക്ഷി യുദ്ധവേളയിൽ ശത്രുക്കളെ ജയിക്കുന്നവളും വീരനായികയും ധർമ്മിഷ്ഠയും കൂടി ആയിരുന്നു. യാത്ര പോകുന്നതിൽ തത്പരയായ മീനാക്ഷി വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് മഹാദേവനെ കാണാൻ ഇടവന്നു. തത് നിമിഷം ഭഗവതിയുടെ 3ാം സ്തനം അപ്രത്യക്ഷമാകുകയുണ്ടായി. താൻ ശിവന്റെ പത്നിയാകേണ്ടവളാണെന്നും ശ്രീ പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും ഭഗവതി തിരിച്ചറിഞ്ഞു. അങ്ങനെ മഹാദേവനോട് വിവാഹകാര്യം ദേവി പറഞ്ഞു. അതിന് മഹാദേവൻ സമ്മതിക്കുകയും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുവാനും ദേവൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം എന്നും പറഞ്ഞു. അങ്ങനെ മഹാദേവൻ സുന്ദരേശ്വര എന്ന വേഷത്തിൽ എത്തുകയും മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് മീനാക്ഷി സുന്ദരേശ്വര വിവാഹവും രാജാവ് നിശ്ചയിച്ചു. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം. ഭഗവാൻ മഹാവിഷ്ണു ദേവിയുടെ സഹോദരസ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ സർവ്വചരാചരങ്ങളും ദേവീദേവന്മാരും ഋഷീന്ദ്രന്മാരും പങ്കെടുത്തു. വിവാഹശേഷം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുരൈ രാജ്യം ഭരിച്ചെന്നും ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ മധുരക്ഷേത്രത്തിൽ കുടിക്കൊള്ളുന്നുവെന്നുമാണ് ഐതിഹ്യം.